ഉദ്ഘാടനത്തിന് പോകുന്നതൊക്കെ കൊള്ളാം. കൂടുതൽ ആദർശം പ്രസംഗിച്ച് ആളുകളുടെ കോല് വാങ്ങിക്കരുത്. മട്ടന്നൂർ കോളേജിൽ ഇനാഗുറേഷന് പോയ കാര്യം ഓർമ്മയുണ്ടല്ലോ? ഇവർ അത്രക്കാരൊന്നുമില്ല, നല്ല ആത്മാർത്ഥമുള്ള ചെറുപ്പക്കാരാ. ഏമാനത്തന്നെ വിളിച്ചോണ്ടാവും. ഹലോ, എവിടെ? നിങ്ങളാരാ സംസാരിക്കുന്നത്? ഹലോ ഹലോ ഹലോ. ഹലോ, അതെ സാർ, ഇവിടെ ഒരാൾ വിളിച്ചിരുന്നു. ആരാണെന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഏതായാലും ഞാൻ അങ്ങോട്ട് തിരിക്കാണ്, നിങ്ങൾ ഉടനെ പുറപ്പെടണം. ശരി സാർ. പെട്ടെന്നാവട്ടെ, ഉറക്കം വരുന്നു. ഓഹോ, അപ്പൊ ഇവിടെ വിശ്രമമാണല്ലേ? ഇല്ല, ഒട്ടിക്കുമായിരുന്നു. ഒട്ടിച്ചോണ്ടിരുന്നാ മതിയല്ലോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആര് നോക്കും? മൈക്ക് സെറ്റ് റെഡി ആയിട്ടില്ല, സ്റ്റേജ് കെട്ടിയിട്ടില്ല, അലങ്കാര പണികളൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഇനി എപ്പ ചെയ്യാനാ? മൈക്ക് സെറ്റ് നീ ഏർപ്പാടാക്കാമെന്നല്ലേ പറഞ്ഞു? അത് ഞാൻ ഇന്നലെ അടയിപ്പിച്ചേ. അത് പിന്നെ ഞാൻ 3 പ്രാവശ്യം പോയി നോക്കിയതാ, അവിടെ ആളില്ല. ഒരേതോ ഉത്സവ പരിപാടിക്ക് പോയിരിക്കും അത്രേ. നാളെ വൈകിട്ടേ വരൂ, ഇന്ന് രാത്രി. അയ്യടാ, ഇതിൽ അധികാരി ഇല ഏറ്റതുപോലെ ആയല്ലോ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും പോയി സ്റ്റേജിന്റെ കാര്യങ്ങളും അലങ്കാരങ്ങളും നോക്ക്. ഒട്ടിക്കുന്ന കാര്യം ഇവര് ചെയ്തോളൂ. ഞാൻ തന്നെ നേരിട്ട് പോയി മൈക്ക് സെറ്റ് ഏർപ്പാടാക്കാം. ഞാൻ പോയി നോക്കിട്ട് വരാം. വേണ്ട വേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. ലൈറ്റ് ഇല്ല. നീ ഒന്ന് ഒന്നുമില്ലെങ്കിലും ഞാനൊരു വരുംകാല പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, ലൈറ്റ് വേണ്ട. അതെ, ഞാൻ പോകുന്നതിനേക്കാൾ നല്ലതാണല്ലോ വിശ്വനാഥൻ പോകുന്നതിനേക്കാൾ നല്ലതാണല്ലോ. നിന്റെ അമ്മൂമ്മയുടെ കാള് പോയി ഒട്ടിക്കാൻ നോക്കടാ. എളുപ്പട്ടില്ല. ഇതെന്താണെന്ന് സാറിന് മനസ്സിലായല്ലോ. ഇപ്പൊ ഇതിനെ കഞ്ചാവിന്റെ മണം കൊണ്ടൊന്ന് നോക്കിയേ. വണ്ടിയെ കയറ്റടാ. മാഷേ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. എസ്ഐയുടെ മരണം ആക്സിഡന്റ് ആണെന്ന്. എല്ലാ അച്ചായനും പോലീസുകാരുമായിട്ടുള്ള ഒത്തുകളിയാ. സത്യം പറഞ്ഞ നമ്മുടെയൊക്കെ വാക്ക് കേട്ടിട്ടാ SIക്ക് ഗതി വന്നത്. ഷൈൻ ചെയ്യാനും നല്ല പേരുണ്ടാക്കാനും വേണ്ടി നമ്മൾ SI ഒരു കരുവാക്കുമായിരുന്നു. അയാളുടെ മരണത്തിൽ നമുക്കും ഇല്ലടാ ഒരു പങ്ക്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കണ്ണീരുണങ്ങാത്ത മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല. നമുക്ക് സത്യം തുറന്നു പറയണം. അച്ചായൻ ശിക്ഷിക്കപ്പെടണം. അത്രയെങ്കിലും ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടടാ.
ഇവിടെ ബഹളം ഉണ്ടാക്കരുത്. എന്തായാലും SI കൊന്നവരെ അറസ്റ്റ് ചെയ്യാതെ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. പോലീസ് നീതി പാലിക്കുക. SIയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. അച്ചായനെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. കൊലപാതകം കണ്ടെന്നാ പറയുന്നത്. അച്ചായനെ അറസ്റ്റ് ചെയ്യുക. ശരി, അയാളെ വിളിക്കും സാർ. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. ആരാ സംഭവം കണ്ടത്? ഞാനാ. അകത്തേക്ക് വരും. ചെല്ലേ. വിശ്വനാഥൻ സിന്ദാബാദ്. അച്ചായനെ ഗുണ്ടായുധം അവസാനിപ്പിക്കുക. എന്താ പതിവില്ലാതെ? ഓ, പോലീസുകാർക്ക് യൂണിയനൊക്കെ ആയല്ലോ അല്ലേ? വല്ല പിരിവിന്റെയും കാര്യമാണെങ്കിൽ ഒന്ന് ഫോൺ ചെയ്താ പോരായിരുന്നോ? അല്ല, അച്ചായൻ വേറൊന്നും വിചാരിക്കരുത്. SI ഹരികുമാറിന്റെ... അയ്യോ, ഞാൻ അറിഞ്ഞു. കഷ്ടമായി പോയി. നല്ല ആളുകളെയാണല്ലോ കർത്താവ് വേഗം അങ്ങോട്ട് വിളിക്കുന്നത് അല്ലേ? അതല്ല അച്ചായ, ആ SIയുടെ മരണം ആക്സിഡന്റ് അല്ലെന്നും അച്ചായൻ അതുമായി ബന്ധമുണ്ടെന്നും പറയും നാട്ടുകാർ സ്റ്റേഷന് മുമ്പിൽ ബഹളം കൂട്ടുന്നു. എടോ, ബഹളം കൂട്ടുന്നവരെ ഓടിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ തോക്കിൽ ലാത്തിയൊക്കെ പിടിച്ച് വേഷം കെട്ടി നടക്കുന്നത്? അച്ചായൻ എന്റെ സ്ഥിതി ഒന്ന് മനസ്സിലാക്കണം. മോളിൽ നിന്നുള്ളവർ വിളിച്ചു പറയുമ്പോൾ എനിക്ക് അനുസരിക്കാനല്ലേ പറ്റൂ. തീർച്ചയായും അനുസരിക്കണം. അച്ചായൻ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. അല്ലെങ്കിൽ താൻ എന്നെ അറസ്റ്റ് ചെയ്യുവോ? അതല്ല ചേ, എന്റെ കാര്യം കഷ്ടത്തിലാവും. അയ്യോ, ഞാൻ കാരണം ആരും കഷ്ടത്തിലാകണ്ട. വാ, നടക്ക. എന്താണോ വേണം? റോഡ് മാറിയിടാം. ഞങ്ങൾ മാറിക്കോളാം. അതിനു മുമ്പ് ആദ്യം ആഴെ പിടിച്ച് ജീപ്പിലോട്ട് കയറ്റിയാട്ടെ. വഴിതറ മാറിയിക്കണം. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. സാറിന് തോന്നുന്ന ചെയ്യാനല്ല ഈ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. സാറേ, ഈ IPCയും ക്രിമിനൽ കോഡും ഒക്കെ ഞങ്ങൾക്കും അറിയാം. ഒരു കൊലക്കേസിലെ പ്രതിയാണയാൾ. വിലങ്ങ് വെച്ച് ജീപ്പിൽ കയറ്റാൻ ഞങ്ങൾ പോവില്ല. SI ഹരികുമാറിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. ഒത്തുകളി അവസാനിപ്പിക്കുക. പോലീസ് നീതി പാലിക്കുക. കുഞ്ഞുങ്ങളെ വെറുതെ ബഹളം വെക്കുന്നത്? ഞാൻ ഈ ജീപ്പിൽ കയറണം, അത്രല്ലേ ഉള്ളൂ. ആ, വിലങ്ങ് വെക്കണോ? വേണം. ആ, വെക്കണം. വെച്ചോ, വേഗം വെക്കണോ. പിള്ളേരുടെ ആഗ്രഹമല്ലേ. ഓ സാറേ. വിശ്വനാഥൻ സിന്ദാബാദ്. 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 ഞാൻ അച്ചായൻ, അറിയാലോ? ഓ, അറിയാം. അകത്ത് കയറിയിരിക്കാം. വേണ്ട, സൽക്കാരത്തിനൊന്നും അച്ചായന് സമയമില്ല. അപ്പുക്കുട്ടൻ നായരുടെ മകൻ വിശ്വനാഥൻ. വിശ്വനാഥൻ. അവൻ എന്നെ പറ്റി ഏതാണ്ട് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടെന്ന് കേട്ടു. ആരാണ്ട് ചത്തെന്നോ കൊന്നെന്നോ. തെറ്റിദ്ധാരണയല്ല, ഞാൻ കണ്ടതാ. ആ, വന്നല്ലോ. അച്ചായൻ അകത്തു പോകാനും പുറത്തിറങ്ങാനും അധികം സമയമൊന്നും വേണ്ടെന്ന് മോന് മനസ്സിലായല്ലോ. ഏതായാലും ചാകാനുള്ളവൻ ചത്തു. നമ്മൾ തമ്മിൽ എന്തിനാ കുഞ്ഞെ ഒരു പിണക്കം? ചത്തതല്ലല്ലോ, കൊന്നതല്ലേ എന്ന് തന്നെ വെച്ചോ. ദേ, ഇവിടുത്തെ കഷ്ടപ്പാടൊക്കെ അച്ചായൻ അറിയാം. വേണ്ട പോലെ സഹായിക്കുകയും ചെയ്യാം. എല്ലാം മറന്നു കാണാം. അതിനെന്താ, മറക്കാമല്ലോ. അച്ചായോ, ഇതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ കുറച്ചുകൂടി ഒരു ഒളിവും മറവും ഒക്കെ വേണ്ടേ? കറക്റ്റ്. കേട്ട് പഠിക്കണം. ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ. അച്ചായൻ ഒരു കാര്യം ചെയ്യും. അച്ചായന്റെ ഇവിടുത്തെ ബംഗ്ലാവും മാരുതി വാനും അട്ടപ്പാടിയിലെ വ്യാജവാറ്റ് കേന്ദ്രവും സർക്കാർ വനത്തിലെ കഞ്ചാവ് കൃഷിയും തിരുവനന്തപുരത്തെ മറ്റേ ഹോട്ടലില്ലേ അതും കാഞ്ഞിരപ്പള്ളിയിലെ റബ്ബർ എസ്റ്റേറ്റും എന്റെ പേരിൽ എഴുതി വെച്ചാരെ. അത് മതിയോ? മതിയായിരുന്നു, പക്ഷെ സംഭവം ഞാൻ കണ്ടുപോയല്ലോ. സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറെ പട്ടിയെപ്പോലെ നടു റോഡിലിട്ട് തല്ലിക്കൊന്നതിന് തന്നെ ഞാൻ ഇരുമ്പഴി എണ്ണിക്കും. മോൻ ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. അപ്പൊ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വാടാ, ഇവിടെ ഉണ്ടല്ലോടാ ആ മണം. ഏത് മണം? ശവം കരിയുന്ന മണം. മോനെ, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ആളുകളുടെ ശത്രുത വരുത്തി വെക്കണോ? നീയൊന്നും ഉണ്ടായിരിക്കണ്ടോ? നീ ചെമ്പകശ്ശേരിയിലെ അപ്പൂട്ടനാരുടെ മോൻ തന്നെയാടാ. എന്തിനു വിച്ചോട്ടാ ഈ വയ്യാവേലിക്ക് പോണേ? വയ്യാവേലിയൊന്നും അല്ല മിനിക്കുട്ടി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അച്ചായൻ ശിക്ഷിക്കപ്പെടണം. ഓരോന്ന് ആലോചിക്കുമ്പോ മനസ്സിൽ തീയ. അമ്മുക്കുട്ടിക്ക് വരുന്ന ആലോചനകളെല്ലാം ചൊവ്വാദോഷം കാരണം മാറി മാറി പോവുക. എല്ലാം ശരിയാവും വിച്ചോട്ടാ. ദേ
ബിച്ചുവേട്ടനിപ്പോ നാട്ടുകാരുടെ മുമ്പ് ശരിക്കും ഒരു ഹീറോ ആയിട്ടുണ്ട്. ഇനി ഇപ്പൊ കയ്യും കെട്ടി നിന്നാലും വലിയ നേതാവാകാം. ഒന്നും ആവണ്ട മിനിക്കുട്ടി. ആളാവാനും അംഗീകാരം കിട്ടാനും വേണ്ടി ഞാൻ പണ്ട് പല കോമാളിത്തരങ്ങളും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യുന്നതല്ല ആത്മാർത്ഥമായിട്ടാ. എന്തോ മനസ്സിനൊരു സുഖം. അച്ചായൻ ക്ഷമിക്കണം. അതാണ് വടി ഒടിയുകയും ചെയ്തു, പാമ്പ് ചത്തുമില്ല. മിടുക്കെ. എടാ, അച്ചായന് ഇഷ്ടക്കേട് തോന്നിയാൽ പിടിച്ചോണ്ട് വന്ന് മുമ്പിലിട്ട് തരണം. പിടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ ഒന്നോണ്ട് വരണം. ഒന്നോണ്ട് വരാൻ പറഞ്ഞാൽ അവന്റെ ശവം പോലും പുറത്ത് കാണരുത്. ഇവന്മാരെ കൊണ്ടൊന്നും ഒരു വകയ്ക്ക് കൊള്ളില്ലെന്ന് അപ്പച്ചൻ ഒരു വാക്ക് പറ. 24 മണിക്കൂറിനകം അവന്റെ ശവം ഞാൻ എടുപ്പിക്കും. ആ അമ്പടാ, വന്നല്ലോ, ശവോടുപ്പുകാരൻ വന്നല്ലോ. വാ വാ. എടാ, എന്റെ മോനെന്നുള്ള ലേബൽ ഉണ്ടെന്നല്ലാതെ കാശിന് ഗുണമുള്ള എന്തെങ്കിലും കാര്യം നീ ചെയ്തിട്ടുണ്ടോ? ഏതായാലും നാറാനുള്ളത് നാറി. ഇനി എന്താ വേണ്ടതെന്ന് അച്ചായൻ തന്നെ തീരുമാനിച്ചോളാം. മോനൊരു കാര്യം ചെയ്യും. എന്താ ഒരാറെണ്ണം വീശിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങ. വയ്ക്കോ വയ്ക്കോ. അയ്യോ. എല്ലാവരും ശാന്തരാവണം. വ്യക്തമായ തെളിവുകളില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. കള്ളക്കടത്തുകാരെ അറസ്റ്റ് ചെയ്ത ഒരു പോലീസ് ഓഫീസറെ കൊലപ്പെടുത്തി. ആ സംഭവത്തിന് ദുസാക്ഷിയായ ഒരു ചെറുപ്പക്കാരനെ ലോറി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഇതിലും വ്യക്തമായിട്ട് എന്ത് തെളിവാണ് സാർ വേണ്ടത്? നിങ്ങൾ ഇങ്ങനെ ക്ഷോഭിച്ചിട്ട് കാര്യമില്ല. ഡിപ്പാർട്ട്മെന്റിൽ ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ അന്വേഷിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, മാഷ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ ആരും വെറുതെ ഇരുന്നു വരില്ല. അദ്ദേഹത്തിന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുത്തേ പറ്റൂ. ഇപ്പോൾ നിങ്ങൾ പിരിഞ്ഞു പോകണം. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാം.